രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന ഫോൺ സംഭാഷണം കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നുമുള്ള കഥ വ്യാജമാണെന്ന മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മ. ആ പെൺകുട്ടിയെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അവർ വളരെയധികം മാനസികാഘാതത്തിലാണെന്നും ഗർഭചിത്രത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ ലക്ഷ്മി പത്മ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇരയുമായി സംസാരിച്ചു എന്നാണ് ലക്ഷ്മി പത്മ കുറിക്കുന്നത്. മാത്രവുമല്ല, ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടി അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ശബ്ദം ഉൾപ്പെടെ റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. ആ ശബ്ദം പുറത്തു വന്നതിന് ശേഷം പരാതിയില്ല, തെളിവുകളില്ല എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരയ്ക്ക് നേരെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇര പോലുമില്ല എന്ന രീതിയിലായിരുന്നു ആക്ഷേപങ്ങൾ ഉയർന്നത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നേതൃത്വം സംരക്ഷണം ഒരുക്കാനുള്ള തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ഇത് സംബന്ധിച്ച് ഈ വിക്ടിമുമായി സംസാരിച്ചതിന് ശേഷമുള്ള ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ, വേട്ടക്കാരുടെ ഭാഗത്ത് ചില ഇടപെടലുകൾ ഈ ഇരയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഇരയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തക ലക്ഷ്മിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ലക്ഷ്മി പത്മ പറയുന്നത് ഇതുകൂടി അന്വേഷിക്കണമെന്നാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ്, ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള സംഘം. ഈ സംഘം ഇങ്ങനെ ഇരയെ പിന്തിരിപ്പിക്കുന്ന, പരാതി നൽകാതെ, മൊഴി നൽകാതെ പിന്തിരിയണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതായിട്ടുള്ള ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടിയാണ് ലക്ഷ്മി പത്മ ഉയർത്തുന്നത്. വലിയ വിവാദങ്ങൾക്ക് കൂടിയാണ് ലക്ഷ്മി പത്മ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. കാരണം ഈ കുട്ടിയെ വേട്ടയാടുന്ന തരത്തിൽ സൈബറിടങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകളടക്കം വലിയ രീതിയിൽ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഗർഭചിത്രമില്ല, അങ്ങനെ ഒരു ഗർഭിണിയില്ല, ഇരയില്ല എന്ന രീതിയിൽ ഇരയെപ്പോലും അപമാനിക്കുന്ന രീതിയിൽ പ്രചാരണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ലക്ഷ്മി പത്മയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം അർഹിക്കുന്നത്. സ്മൃതി. ശരിയാ, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.